നമ്മൾ ഒരുപാട് ബിസിനസ് മോട്ടിവേഷൻ ക്ലാസ്സുകളും വീഡിയോകളും കാണാറുണ്ട്. എന്നാൽ ചിന്ത മാറിയാൽ ബിസിനസ് മാറും എന്ന ഒരു സിസ്റ്റത്തെക്കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയാൻ IIM സർട്ടിഫൈഡ് ബിസിനസ് കോച്ചും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ മെൻറ്ററുമായ മുജീബ് ഗ്രീൻ ലീവ്സ് ആണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ഇത് ഓഗസ്റ്റ് 19 കോഴിക്കോട് വെച്ച് നടക്കുന്ന ബില്യണേഴ്സ് മൈൻഡ് സെറ്റ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ബിസിനസ്സുകാരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത് ഒരു കോടീശ്വരനായ ഒരു വ്യക്തിയാണ്. എന്നാൽ അതേസമയം നിങ്ങളുടെ ഈ പരിപാടിയുടെ ക്യാപ്ഷൻ കേൾക്കുന്ന സമയത്ത് പണത്തേക്കാൾ അപ്പുറം മൈൻഡ് സെറ്റ് ചെയ്യുക എന്നൊരു ആശയത്തെക്കുറിച്ചാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഒരു ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു ആളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് കൃത്യപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്? ബിസിനസിൻ്റെ ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. 60% മൈൻഡ് സെറ്റും 20% സ്ട്രാറ്റജീസും 20% ആക്ഷൻസുമാണ് ഒരു ബിസിനസ്സിനെ സക്സസ്ഫുൾ ആക്കുന്നത് എന്ന് കാണാൻ പറ്റും. നമുക്കറിയാം, ബിസിനസ്സിൽ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും മലബാർ ഏരിയയിലൊക്കെ ഒരുപാട് ബിസിനസ്സുകാർ ഈ ചക്രവ്യൂഹത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ആ ചക്രവ്യൂഹത്തിൽ നിന്ന് അവർ പുറത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അവരുടെ മൈൻഡിലാണ് ഷിഫ്റ്റ് കൊണ്ടുവരേണ്ടത്. നമ്മൾ ഈ വരുന്ന ഓഗസ്റ്റ് 19 പ്രോഗ്രാം കംപ്ലീറ്റ്ലി ഒരു മൈൻഡ് ഗെയിം ഷിഫ്റ്റിംഗ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ബില്യണിയർ മൈൻഡ് സെറ്റ് ഫോർ ബിസിനസ് ഓണേഴ്സ് ആൻഡ് ഓണ്ടർപ്രണേഴ്സ്. അതാണ് ആക്ച്വലി കിങ്സ് മാസ്റ്റർ മൈൻഡ് എന്നുള്ള പ്രോഗ്രാം കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. മുജീബ് സാറ് സ്റ്റാർട്ടപ്പ് മിഷനിലെ ഒരു മെൻറ്ററാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളോട് എനിക്ക് ചോദിക്കാനുള്ളത്, സാധാരണ നമ്മളൊരു ബിസിനസ്സുകാരനെ കാണുന്ന സമയത്ത് അവർ വളരെ സന്തോഷവാന്മാരായിട്ട് കാണാറുണ്ട്. പക്ഷെ നിങ്ങളുടെ വർക്ക്ഷോപ്പിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സെഗ്മെൻ്റായിട്ട് ബിസിനസ്സുകാരുടെ ലോൺലിനെസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ ഒരു കരയുന്ന മുഖം സാർ എപ്പോഴും കണ്ടിട്ടുണ്ടോ? എന്താവാം അതിനൊരു കാരണം? തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകൾ ഒരു സംശയവുമില്ല ബിസിനസ്സുകാർ തന്നെയാണ്. പ്രത്യേകിച്ച് മൈക്രോ സ്മോൾ ബിസിനസ്സുകാർ. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ 2016 ശേഷം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നിത്താക്കത്ത് മുതൽ അല്ലെങ്കിൽ നോട്ട് നിരോധനം മുതൽ ഇങ്ങനെ അടിക്കടി മാർക്കറ്റ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നോട്ട് നിരോധനം വന്നു, അത് കഴിഞ്ഞേക്ക് നിത്താക്കത്തിൻ്റെ ഇഷ്യൂ വന്നു, അത് കഴിഞ്ഞേക്ക് പ്രളയം വന്നു, നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയത്തെ നമ്മൾ അതിജീവിച്ചു. അത് കഴിഞ്ഞേക്ക് രണ്ടാം പ്രളയം വന്നു, അത് കഴിയുമ്പോഴേക്ക് കോവിഡ് വരുന്നു, കോവിഡ് തന്നെ 2 തരംഗം 3 തരംഗം വന്നു. അപ്പോൾ മാർക്കറ്റിംഗ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ബിസിനസ്സുകാർ ഭയങ്കരമായിട്ട് സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. ഏറ്റവും കൂടുതൽ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ഗ്രൂപ്പാണ് ആക്ച്വലി ബിസിനസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് ഈ മൈക്രോ സ്മോൾ ബിസിനസ്സുകാർക്ക് അവരുടെ ഇൻകം ഇങ്ങനെ ഈ പറയുന്ന ഇഷ്യൂസ് വരുന്ന സമയത്ത് അവരുടെ ഇൻകത്തെ വളരെയധികം അവരുടെ ടേൺ ഓവറിനെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാം, ഈ റീസെൻ്റായിട്ട് ഇപ്പോൾ ഈ യുദ്ധം വന്നതോടുകൂടി അവരുടെ ബിസിനസ്സിനെ പ്രത്യേകിച്ച് ഗൾഫ് മേഖലയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളെ മലബാർ എക്കോണമി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജലദോഷം പിടിക്കുമെന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ബിസിനസ്സിനെ അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല ആളുകളും ബിസിനസ്സിൻ്റെ ആ പച്ചപ്പ് മാത്രം കണ്ടിട്ടാണ് ബിസിനസ്സിലേക്ക് വരുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു വിഭാഗം ബിസിനസ്സുകാരാണ്. അപ്പോൾ നമ്മൾ ഈ ഓഗസ്റ്റ് 19 നടക്കുന്ന പ്രോഗ്രാമിൽ ഡോക്ടർ സ്മിത സുബ്രാം, അവർ ഒരു NLP പ്രാക്ടീഷണറാണ്, ഒപ്പം ഒരു പെർഫോമൻസ് കോച്ചാണ്. അവരുടെ നമുക്ക് മെഡിറ്റേഷനും അതുപോലെ തന്നെ മൈൻഡ് തെറാപ്പി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഫാമിലി ലൈഫ് സക്സസ്ഫുൾ ആയിട്ട്, മിക്ക ആളുകൾക്കും ഫാമിലി ലൈഫ് ഇല്ല. അപ്പോൾ ആ ഒരു ബിസിനസ്സും ഫാമിലി ലൈഫും എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രാക്ടിക്കൽ ടിപ്സുകളും സൈക്കോളജിക്കൽ ടിപ്സുകളൊക്കെ നമ്മൾ ഈ വരുന്ന വർക്ക്ഷോപ്പിൽ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നുണ്ട്. ലിമിറ്റിംഗ് ബിലീഫ്സിനെ കുറിച്ച് പറയാറുണ്ട് നിങ്ങൾ. അതായത് ഒരുവിധപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ ബിസിനസ്സിലേക്ക് കയറി വരാൻ വളരെ ആവേശം ഉണ്ടാവും, അതേസമയം അവർക്കൊരു ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ടാവാറുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ കേവലം ഒരു മോട്ടിവേഷൻ നൽകുന്നതിനേക്കാൾ അപ്പുറം നിങ്ങളുടെ ഈ പ്രോഗ്രാമിൽ എന്താണ് അവർക്ക് നൽകുന്ന ഒരു തെറാപ്പി അല്ലെങ്കിൽ ഒരു മരുന്ന് എന്താണ് ഈ വിഷയത്തിൽ? സാർ ഇപ്പോൾ സംസാരിച്ച ലിമിറ്റിംഗ് ബിലീഫ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ചും മലയാളികൾ ഒരു എംപ്ലോയി മൈൻഡ് സെറ്റുള്ള ആളുകളാണ്. കൂടുതൽ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ വീട്ടിൽ നിന്ന് പേരൻസ് നമ്മളെ പഠിപ്പിക്കുന്നത് കൂടുതൽ പഠിക്കൂ, കൂടുതൽ മാർക്ക് വാങ്ങൂ, കൂടുതൽ സമ്പാദിക്കൂ എന്നുള്ളതാണ്. ബട്ട് ആക്ച്വലി നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. നമുക്കറിയാം, A+ സ്റ്റുഡൻസ് C+ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ലോകത്ത് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ A+ ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, C+ ആയിട്ടുള്ള ആളുകളായിരിക്കും ബിസിനസ് ഓണേഴ്സ് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഇവരെല്ലാം ഒരു മൈൻഡ് സെറ്റിൽ, ലിമിറ്റഡ് മൈൻഡ് സെറ്റിൽ, നമ്മൾ കാട്ടിലുള്ള ആനനെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു കുയിൽ ചാടിച്ചു കഴിഞ്ഞാൽ
പിന്നെ അത് ഒരു പാപ്പാന് ഒരു കോലിൽ അതിനെ തളക്കുന്നത് പോലെയാണ് പല ആളുകളും ഒരു മൈൻഡ് സെറ്റിൽ, ഒരു ലിമിറ്റഡ് മൈൻഡ് സെറ്റിൽ, ഒരു ലിമിറ്റിംഗ് ബിലീഫിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ലിമിറ്റിംഗ് ബിലീഫ് ഭേദിക്കുക എന്നുള്ളതാണ് ഒരു എംപ്ലോയി മൈൻഡ് സെറ്റിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു സെൽഫ് എംപ്ലോയി മൈൻഡ് സെറ്റിൽ നിന്ന് ഒരു ഓൺട്രപ്രണർഷിപ്പ് മൈൻഡ് സെറ്റിലേക്ക്, ഒരു റിച്ച് മൈൻഡ് സെറ്റിലേക്ക്, ഒരു കിങ് മൈൻഡ് സെറ്റിലേക്ക്, ഒരു ബില്യനെയർ മൈൻഡ് സെറ്റിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വരുന്ന ഓഗസ്റ്റ് 19-ാം തീയതിക്കത്തെ ഒരു വൺ ഡേ ട്രെയിനിങ്ങിലൂടെ ലോകത്തെ ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരെ സൃഷ്ടിച്ചൊരു വിജയ ഫോർമുലയാണ് തിങ്ക് ആൻഡ് ഗോ റിച്ച്. അമേരിക്കൻ ചിന്തകനായ നെപ്പോളിയൻ ഹില്ല് 500ഓളം കോടീശ്വരന്മാരെ 25 വർഷത്തോളം റിസർച്ച് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തൊരു കോൺസെപ്റ്റാണ് തിങ്ക് ആൻഡ് ഗോ റിച്ച്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കാമെന്നുള്ള 13 സ്ട്രാറ്റജീസാണ് നമ്മൾ ആക്ച്വലി ഈ കോഴ്സിലൂടെ കടന്നു പോകുന്നത്. ആ 13 സ്ട്രാറ്റജീസും ഒരൊറ്റ ദിവസം അവർക്ക് സ്വായത്തമാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 3 സ്റ്റേജിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റേജ് പറഞ്ഞാൽ മൈൻഡ് സെറ്റ് മാസ്റ്ററിയാണ്. മൈൻഡ് സെറ്റ് മാസ്റ്ററിയിൽ 5 സ്റ്റെപ്പുകളാണുള്ളത്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ മാസ്റ്ററിയാണ്. ആക്ഷൻ മാസ്റ്ററിയിലും 5 സ്റ്റെപ്പുകളാണുള്ളത്. മൂന്നാമത്തേത് മാനിഫെസ്റ്റേഷൻ മാസ്റ്ററിയാണ്. സോ മൈൻഡ് സെറ്റ് മാസ്റ്ററിയും ആക്ഷൻ മാസ്റ്ററിയും കീഴടക്കിയാൽ മാത്രമേ അവർക്ക് അവർ ആഗ്രഹിക്കുന്ന മാനിഫെസ്റ്റേഷൻ അവർക്ക് മാസ്റ്ററി കൈവരിക്കാൻ പറ്റുള്ളൂ. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നെപ്പോളിയൻ ഹിൽ അതിനെ നിർവചിക്കുന്നത് തങ്ങൾ ആഗ്രഹിക്കുന്ന, തങ്ങളുടെ സ്വപ്നങ്ങൾ, താൻ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളും മറ്റുള്ളവരുടെ അവകാശങ്ങളെ ലംഘിക്കാതെ മനഃശക്തി ഉപയോഗിച്ച് നേടിയെടുക്കാനുള്ള ഒരു മനുഷ്യൻ്റെ കഴിവിനെയാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്നുള്ളത് അർത്ഥമാക്കുന്നത്. ആ യഥാർത്ഥ റിയൽ എഡ്യൂക്കേഷനാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ കൊടുക്കുന്നത്. 2 കാര്യം കൂടിയാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, നിങ്ങളുടെ ഈ പ്രോഗ്രാമിലേക്ക് വരുന്ന അതിഥികളാണ്. അതിൽ പ്രത്യേകമായിട്ട് ഇപ്പോൾ എടുത്തു പറയാനുള്ളത് ജോൺ കുര്യാക്കോസിൻ്റെ സാന്നിധ്യമാണ്. സാധാരണ ബിസിനസ് തുടങ്ങുന്ന സ്റ്റാർട്ടപ്പിലേക്ക് വരുന്ന പുതിയ തലമുറയിൽപ്പെട്ട ആളുകളും ഇദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ ചിന്താഗതിയിൽ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ് ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു സ്ലോഗനായിട്ട് പറയുന്നുണ്ട്, ഡോണ്ട് ജസ്റ്റ് റൺ എ ബിസിനസ് ബട്ട് ബിൽഡ് ആൻ എംപയർ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ വെറും സാധാരണ ഒരു കച്ചവടക്കാരനായി മാറാതെ ഒരു സാമ്രാജ്യം പടുത്തുയർത്തുമെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു രീതിയിലേക്ക് ഒരു മെത്തഡോളജി എങ്ങനെയാണ് ക്രമപ്പെടുത്തുന്നത്? നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ, ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നെപ്പോളിയൻ ഹില്ല് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ കോടീശ്വരന്മാരാക്കിയ സീക്രട്ട് പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് വളരെ ചെറിയ രീതിയിൽ കുടുംബങ്ങളിൽ നിന്ന്, സാധാരണ കുടുംബത്തിൽ നിന്ന് ജനിച്ച് ഉയർന്ന തലത്തിൽ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കിയ ബിസിനസ്സുകാർ, നിരവധി ബിസിനസ് സംരംഭകരുടെ പ്രാക്ടിക്കൽ ഇൻസൈറ്റ്സ് ആൻഡ് വിസ്ഡം ഒരു ലൈവ് ടോക്ക് ഷോ ആയിട്ട് നമ്മളെ പാർട്ടിസിപ്പൻസിന് നേരിട്ട് ചോദിക്കാനും അത് അനുഭവിക്കാനും ഒക്കെയുള്ള ഒരു റിയൽ ലൈവ് ടോക്ക് ഷോ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ടെന്നാണ് സാറ് പറഞ്ഞ പോലെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏഷ്യാസ് 2nd ലാർജസ്റ്റ് ഡെൻറ്റ് കെയർ ആണ് ഡോക്ടർ ജോൺ കുര്യാക്കോസ് സാറിൻ്റെ എല്ലാവർക്കും അറിയുന്ന സ്ഥാപനമാണ് കേരളത്തിലെ ഡെൻറ്റ് കെയർ എന്നുള്ളത്. ഇന്ത്യാസ് ഫസ്റ്റ് ആണ്. അപ്പോൾ സാറ് വളരെ 0 ലെവലിന് സാറിൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ലൈവ് എക്സ്പീരിയൻസ് വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ച സാർ എങ്ങനെയാണ് ഒരു ബില്യനെയർ മൈൻഡ് സെറ്റിലേക്കുള്ള യാത്ര എന്താണ്, ഇപ്പോൾ 4500-ലധികം സ്റ്റാഫുകളുമായിട്ട് ആ സ്ഥാപനം കേരളത്തിൽ, നമ്മളെ നാട്ടിൽ തന്നെ ഒരു ഗ്ലോബൽ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതിൻ്റെ സക്സസ് സീക്രട്ട്, അതുപോലെ നമ്മൾ വേറെയും മലബാറിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സിനെ ഈ പ്രോഗ്രാമിലേക്ക് നമ്മൾ ലൈവ് ടോക്ക് ഷോയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. എല്ലാ ബിസിനസ് ഓണേഴ്സിനെയും, അല്ലെങ്കിൽ വലിയ സ്വപ്നം കാണുന്ന, വലിയ ചിന്താഗതിയുള്ള, ലോകം കീഴടക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ചെറുകിട സംരംഭകരെയും വലിയ സംരംഭകരെയും പ്രൊഫഷണലായിട്ട് വലിയ സ്വപ്നങ്ങൾ കാണുന്ന എല്ലാവരെയും, സ്റ്റാർട്ടപ്പുകളെല്ലാം നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഓഗസ്റ്റ് 19-ന് കോഴിക്കോട് ഹോട്ടൽ ഡിമോറ ഹാളിൽ നിന്നും ഈ പരിപാടി കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ആളുകൾ, അവരിൽ എന്ത് മാറ്റമാണ് മുജീബ് പ്രതീക്ഷിക്കുന്നത്? കഴിഞ്ഞ 1.5 വർഷത്തോളമായിട്ട് 200-ലധികം സംരംഭകർ കിങ്സ് മാസ്റ്റർ മൈൻഡ്, ബി ദ മണി മാഗ്നറ്റ് എന്നുള്ള പ്രോഗ്രാമിലൂടെ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു. ഈ പ്രോഗ്രാം ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തു. അവരുടെ എല്ലാം സക്സസ് സ്റ്റോറീസ് യൂട്യൂബിലായാലും ചാനലുകളിലൊക്കെ ആളുകൾക്ക് കാണാവുന്നതാണ്. എന്ത് മാറ്റമാണ് അവർക്ക് ഈ കോഴ്സിലൂടെ സംഭവിച്ചത് എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ 1.5 വർഷത്തോളമായിട്ട് 11 ബാച്ചുകളിൽ 13 തവണ ഈ പ്രിൻസിപ്പിൾസ് പഠിപ്പിച്ചിട്ട് സ്ക്യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മളൊരു സിംഗിൾ ഡേ, ഒരൊറ്റ ദിവസം ക്യാപ്സൂളായിട്ട് ബിസിനസ്സുകാർക്ക് കൊടുക്കുന്നത്. അതിലൂടെ അവരുടെ മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളതാണ്. മൈൻഡ് സെറ്റ് മാറുന്നതോടുകൂടി അവരുടെ ചിന്താ രീതിയിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതോടുകൂടി അവരുടെ തീരുമാനങ്ങളിൽ മാറ്റം വരും. തീരുമാനങ്ങൾ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ബിസിനസ് മാറും.
ബിസിനസ് മാറുമ്പോൾ അവരുടെ ജീവിതം മാറും. അപ്പോൾ ഒരു പീപ്പിൾ ഓൺട്രപ്രണേഴ്സിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അവരുടെ സംരംഭങ്ങളെ, അവരുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് പോവാൻ ശാക്തീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചേഞ്ച് ത്രൂ ഔട്ട് കേരളയിൽ ആദ്യം നമ്മൾ പ്രോഗ്രാം വരുന്നത് കാലിക്കറ്റാണ് ഓഗസ്റ്റ് 19, അതിനുശേഷം ട്രിവാൻഡ്രം, അതിനുശേഷം കൊച്ചി, അതിനുശേഷം മിഡിൽ ഈസ്റ്റ്, ഇങ്ങനെ ലോകത്ത് മലയാളികളുള്ള എല്ലാ ഭാഗങ്ങളിലും ഈ പ്രോഗ്രാമുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുന്നത് ഹാൻഡ്സ് ഓഫ് വെഞ്ചേഴ്സ് LLP എന്നുള്ള കമ്പനിയാണ്. ഒരു വലിയ ടീം ഇതിൻ്റെ പിറകിലുണ്ട്. അപ്പോൾ മലബാറിലെ എല്ലാ ബിസിനസ്സുകാരെയും ഈ വരുന്ന ഓഗസ്റ്റ് 19 കാലിക്കറ്റ് ഡിമോറയിൽ വെച്ച് നടക്കുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വളരെ ലിമിറ്റഡ് സീറ്റ്സുകളാണുള്ളത്. നിങ്ങളുടെ സീറ്റ്സുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റ്സുകൾ ഉറപ്പിക്കുക.